MG യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് കിട്ടിയല്ലേ? അപ്പോൾ ജഡ്ജസ് പറഞ്ഞ ഒരു കമന്റ് കേട്ടിട്ട് ഞെട്ടിപ്പോയോ? മഹാരാജാസ് കോളേജിൽ വെച്ചിട്ടായിരുന്നു കോമ്പറ്റീഷൻ. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ്. അപ്പോൾ 7 മിനിറ്റാണ് കോമ്പറ്റീഷന് പാടാൻ പറ്റുക. അപ്പോൾ 7 മിനിറ്റിനുള്ളിൽ പാടാനായിട്ട് ചിട്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ പോകുന്നത്. രാഗം ഇത്ര പാടുക അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ ചാരുകേശിയിലെ കൃപയ പാലയാണ്. അപ്പൊ അതിന്റെ രാഗം പാടിയപ്പോ ഞാൻ 7 മിനിറ്റിൽ കൊള്ളിച്ച് പാടി ഇറങ്ങിക്കഴിഞ്ഞപ്പോ അപ്പൊ അവര് എന്നോട് പറഞ്ഞു, മോളെ ഇത്തിരി കൂടി പാടായിരുന്നില്ലേ രാഗം, ഞങ്ങളിങ്ങനെ ആസ്വദിച്ചു വരുമായിരുന്നു എന്ന് പറഞ്ഞു. അത് എനിക്ക് പ്രൈസ് കിട്ടിയതിന് എത്രയോ വലിയൊരു അംഗീകാരമായിരുന്നു. രാഗം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു വെച്ച് പോകുന്നതല്ലല്ലോ. നമ്മളിപ്പം എന്ന് പാടുമ്പോ ഇതിപ്പോ എന്റെ മനസ്സിൽ തോന്നിയതാ ഞാൻ പാടിയത്. അതാണ് അവര് പറഞ്ഞത്. അന്ന് ജ്യോതി പാടിയത് അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു ലഡ്ഡു പോലൊരു സാധനം കൊടുത്തു. അപ്പൊ അവർക്ക് ഒന്ന് പോരാ, ഒരു 10 ലഡ്ഡു വേണം. അപ്പൊ എന്തായാലും നമുക്ക് ഒരു പാട്ടുകൂടെ കേട്ടാലോ? നമുക്കൊരു അടിച്ചുപൊളി പാട്ട് കേട്ടാലോ? வந்தார கண்ணலியே
കുലം വാഴ വാഴ്ത്തുങ്കളേ. ആഹാ, nice. അതും ഉണ്ട് കയ്യില്. ഈ അടിപൊളിയും അല്ലേ? ആ പിന്നെ പറയാനുണ്ടോ, നല്ല Melodious ആയിരുന്നു. മെലോഡിയസ് ആയിട്ട് പാടിയിട്ട് പെട്ടെന്ന് ആള് സ്വിച്ച് ഇട്ട പോലെ മാറിയത് കണ്ടു. 40 വർഷത്തെ എക്സ്പീരിയൻസ് അത്. 40 വർഷത്തെ എക്സ്പീരിയൻസ്, 50 കൊല്ലം പഴക്കമുള്ള ഒരു പാട്ടും. പക്ഷെ ഇപ്പോഴും കേൾക്കുമ്പോ രസം പണ്ട് ഗാനമേളയ്ക്ക് പാടുമ്പോ 1-2 ഫീമെയിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാ ടൈപ്പ് പാട്ടുകളും പാടേണ്ടി വരും. അതെ ഈ പാട്ട് അന്ന് ഞങ്ങളിത് ഗാനമേളയ്ക്കൊക്കെ വായിക്കുന്ന സമയത്ത് അതുവരെയും വന്ന ശൈലിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ശൈലിയാണ്. അടിപൊളിയാണ്. അതെ. അതിന് മുമ്പ് എന്നടീറക്കമ്മ പല്ല ആ പാട്ടുണ്ട്. പക്ഷെ അതല്ല ഇതിന്റെ ഫോർമാറ്റ്. ഇതിൽ കുറച്ച് വെസ്റ്റേൺ ഹാർമണി, ആ ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ അവർ വായിക്കുന്നത്, എല്ലാം കൂടി ഒരു ഫ്യൂഷൻ അന്ന്